ഹായ് ഓൾ, നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡ്രാമയുടെ പേരാണ് ദ അപ്പാർട്ട്മെന്റ് ജോബ്. ഡ്രാമ തുടങ്ങുമ്പോൾ തന്നെ ഹീറോയിനെ കാണിക്കുന്നു. അവന്റെ പേരാണ് ഹേകാങ്. സോ ഇവനാകട്ടെ ഒരു ട്രേഡിംഗ് കമ്പനി നടത്തുന്നു എന്ന പേരിൽ ഗാംബ്ലിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കുള്ള ഗെയിംസും മറ്റുമൊക്കെയാണ് നടത്തി വരുന്നത്. ഇതൊരു ഇല്ലീഗൽ ബിസിനസ് ആണ്. അവർക്ക് അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു കസ്റ്റമറിനെ ലിസാർഡ് എന്നാണ് ആളുകൾ വിളിക്കുന്നത്. അയാളാകട്ടെ ഒരു VIP കസ്റ്റമർ ആണ്. അതേസമയം അയാൾക്ക് ജോലി ഒന്നുമില്ല. ആകെ അയാൾ അവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റിന്റെ മാനേജറായിട്ട് മാത്രമാണ് നിൽക്കുന്നതെന്ന് അവർ സംസാരിക്കുന്നുമുണ്ട്. ഹെയ്ക്കാങ്ങിന്റെ ഒപ്പം എപ്പോഴും 3 പേരായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഹെയ്ക്കാങ്ങും അവരും കൂടി ചേർന്നിട്ട് ആരൊക്കെയാണോ ഹെയ്ക്കാങ്ങിന് പണമൊക്കെ നൽകുവാനായിട്ടുള്ളത് അവരുടെ കയ്യിൽ നിന്നും ബലമായിട്ട് പണമൊക്കെ വാങ്ങിക്കുകയാണ്. പണമില്ലാത്ത ഒരാളുടെ അടുത്ത് നിന്നും കുറേയധികം പേഴ്സണൽ ലോൺസ് ഒക്കെ എടുത്തിട്ട് ആ കടം വീട്ടുകയും അതുപോലെ തന്നെ മറ്റൊരാളുടെ പൂർവികരായിട്ട് സമ്പാദിച്ച സ്വത്തെല്ലാം തന്നെ കൈക്കലാക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ഹീറോയിനായിട്ടുള്ള ഹാരിനെ കാണിക്കുന്നു. അവളൊരു പാർട്ട് ടൈം വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫാമിലിയിൽ അമ്മയില്ലാത്ത കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ റോളൊക്കെ ചെയ്തിട്ട് ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണ് അവൾ. ഇതുപോലെ ഏതെങ്കിലും ആൾക്കാർക്ക് ഏതെങ്കിലും റോൾസ് ഒക്കെ ചെയ്യുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവളോടത് പറയുമ്പോഴത്തേക്കും അവൾ അതൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. അവളുടെ ചേച്ചി വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവളെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ലോയർ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന അവളും അതിന്റെ പരീക്ഷയ്ക്ക് എഴുതി തോറ്റുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാര്യം അവള് ചേച്ചിനെ അറിയിച്ചിട്ടില്ല. അവൾ നിലവിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും അധികം പണമൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇതുപോലെ പാർട്ട് ടൈം ആയിട്ട് അവൾ വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല അങ്ങനെ ചെയ്തിട്ടാണ് അഡ്വക്കേറ്റിന്റെ സാലറിയിലാണ് താൻ ജോലി ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ ചേച്ചിനെ തെളിയിച്ചു കൊടുക്കുന്നതും. അവൾക്ക് ചേച്ചിയോട് താൻ ഒരു അഡ്വക്കേറ്റ് ഒന്നും അല്ല എന്ന സത്യം തുറന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും ചേച്ചിയും അവൾ അഡ്വക്കേറ്റ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവൾക്കൊരു ഡ്രസ്സ് സമ്മാനമായിട്ട് നൽകുന്നു. സാധാരണയായിട്ട് ആൾക്കാർ ഏതെങ്കിലും രീതിക്കുള്ള കുറ്റകൃത്യമൊക്കെ വരുന്ന സമയത്ത് ഒരു കൺസൾട്ടന്റിനെ കാണുന്നതായിട്ടുണ്ട്. അതിനുശേഷം ആ കൺസൾട്ടന്റ് ആയിരിക്കും ഇവരോട് ഏത് രീതിക്കുള്ള അഡ്വക്കേറ്റ്സിനെ കാണണമെന്ന് റെഫർ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കൺസൾട്ടന്റ് ആയിട്ടാണ് ഈ ഒരു ഹരി വർക്ക് ചെയ്യുന്നത്. നിലവിലെ ഹൈക്കാങ് നടത്തുന്നത് ഒരു ഇലീഗൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. സോ അവനും അവരുടെ സപ്പോർട്ട് കിട്ടുവാനായിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവന്റെ ആൾക്കാരെ കൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ അവരും അവർക്ക് ഒരുപാട് പണമൊക്കെ നൽകിയിട്ടാണ് ആ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അടുത്തതായിട്ട് പാർക്ക് എന്നൊരു വ്യക്തിയെ കാണിക്കുകയാണ്. അയാളും തന്റെ റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അയാളുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്ന ഹെയ്ക്കാങ്ങും അത് തന്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പാർക്കിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ശരിക്കും ഈ ഒരു പാർക്ക് ഒരു ഗുണ്ടയായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. കൂടാതെ ഹെയ്ക്കാങ് അയാളോട് കൃത്യമായി മരുന്ന് കഴിക്കണമെന്നെല്ലാം തന്നെ പറയുന്നു. പക്ഷേ ഹെയ്ക്കാങ് ഇപ്പോൾ ചെയ്യുന്നത് ഗാംബ്ലിംഗ് ബിസിനസ് ഒക്കെ ആണല്ലോ, അതൊക്കെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹെയ്ക്കാങ് എപ്പോഴും കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ നല്ലൊരു നിലയിലേക്ക് എത്തുവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം പാർക്കിന് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നല്ലൊരു രീതിക്ക് എത്തിക്കുവാനായിട്ട് നോക്കുന്ന നീ നിന്റെയും കൂടി ഡ്രീംസ് നോക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഹെയ്ക്കാങ്ങിനോടും പറയുന്നു. ഹേക്കിങ് തിരിച്ച് ബിസിനസ് നടത്തുന്ന സ്ഥലത്തെത്തുമ്പോഴത്തേക്കും കയ്യിലെ കാശൊക്കെ തീർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് കടമൊക്കെ ചോദിച്ചു നിൽക്കുന്ന ലിസാർഡിനെയാണ് കാണുന്നത്. നേരത്തെ വന്നപ്പോഴത്തേക്കും ലിസാർഡ് VIP ആയിരുന്നു. പക്ഷെ ഇപ്പോഴാകട്ടെ ഒരു VVIP കസ്റ്റമർ ആണ് ലിസാർഡ്. എന്തായാലും ലിസാർഡിനെ എതിർത്ത് അവർക്കൊന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കുന്നില്ല. അതിന് പകരമായിട്ട് ലിസാർഡിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുവാനാണ് ഹേക്കിങ് ശ്രമിക്കുന്നത്. ഹാരിയുടെ ചേച്ചി ട്രൂ വാല്യൂ അപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള മാനേജ്മെന്റിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ തന്റെ അനിയത്തിക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഇനിയും താൻ ഇവിടെ തുടർന്ന് വർക്ക് ചെയ്യുകയില്ല എന്നും സിറ്റുവേഷനൊക്കെ മൂലം മാത്രമായിരുന്നു തനിക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നെന്നും മാനേജറിന്റെ അടുത്തായിട്ടും ചേച്ചി പറയുന്നു. പക്ഷേ അതൊന്നും തന്നെ കേൾക്കുവാനായിട്ട് മാനേജർ തയ്യാറായിരുന്നില്ല. ഇൻ കേസ് അവളെങ്ങാനും ജോലിയൊക്കെ നിർത്തി പോവുകയാണെങ്കിൽ അവൾക്ക് തന്നെയായിരിക്കും അത് കൂടുതൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിർത്തുവാനായിട്ടായിരുന്നു മാനേജറും ശ്രമിച്ചത്. ട്രൂ വാല്യൂ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന ജിന്ന് ഇപ്പോൾ തനിക്ക് വന്നൊരു നോട്ടീസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അതായത് റിപ്പയറിംഗ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എമൗണ്ട് ഒക്കെ അതിൽ എഴുതിയിട്ടുമുണ്ട്. ഇത്രയും എമൗണ്ട് ഒക്കെ എങ്ങനെയാണ് ആവുക എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ മാനേജ്മെന്റിന്റെ അടുത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടൊക്കെ അവൾ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ലീ കൂടി എത്തുന്നു. ലീ ആണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തി. ആ ഒരു അപ്പാർട്ട്മെന്റ് പണിതതിന് പിന്നിൽ തന്നെ ഈ ഒരു ലീ ആണ്. അങ്ങനെ ഇരിക്കെ ലീയും മാനേജ്മെന്റിനെയൊക്കെ കണ്ടിട്ട് പോകുന്നു. അതേസമയം ലീനെ കാണുവാനായിട്ടും ഒരുപാട് വലിയ ഒഫീഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ലീ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു കൊടുക്കുവാനായിട്ട് പോലും അവരൊക്കെ തയ്യാറാണ്. ലീയും അവരും കൂടി ചേർന്നിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ഒരു കമ്മീഷണർ എത്തുന്നു.
വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ള ഉയർന്ന സ്ഥാനത്തുള്ള ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു ക്ലബ്ബൊക്കെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലബ്ബിൽ കൂടിയാൽ കൊള്ളാമെന്ന് കമ്മീഷണർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സോ അവിടെ കണ്ട ഓരോ വ്യക്തികളെക്കുറിച്ചും അവരൊക്കെ ഏത് കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും എത്രത്തോളം വലിയ ആൾക്കാരാണ് അവരെന്നും കമ്മീഷണർ സംസാരിക്കുമ്പോഴത്തേക്കും ഇതൊന്നും തന്നെ ലീക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യുവാനായിട്ട് ഇത് സാധാ ക്ലബ്ബൊന്നുമല്ല, മറിച്ച് വലിയ വലിയ സ്ഥാനത്തുള്ള ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ക്ലബ്ബാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ഇതിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 10 ബില്യൺ പണവുമായിട്ട് എൻ്റെ അടുത്ത് വാ. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും നിനക്കും ഈ ഒരു ക്ലബ്ബിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്ന രീതിക്ക് ലീ സംസാരിക്കുമ്പോഴത്തേക്കും കമ്മീഷണറും ആകെ വിഷമിച്ചു പോവുകയാണ്. കമ്മീഷണറും ഇതുപോലെ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൺ എന്ന വ്യക്തിയുടെ അടുത്തായിട്ട് ലീ തൻ്റെ അടുത്ത് 10 ബില്യൺ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നെന്നും അത്രയും പണമൊന്നും എടുക്കുവാനായിട്ട് തൻ്റെ കയ്യിലില്ല എന്നും പറയുകയാണ്. പക്ഷേ എങ്ങനെയെങ്കിലും അത്രയും പണം ഉണ്ടാക്കിയേ മതിയാകൂ, എങ്കിൽ മാത്രമേ കൊറിയയിലെ തന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം എത്തുവാനായിട്ടും കഴിയുകയുള്ളൂ. ഞാൻ അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല, എങ്കിൽ പോലും കൈക്കൂലി മേടിക്കുന്നതിൽ വളരെയധികം പിന്നോട്ടായിരുന്നു. കുറച്ചുകൂടി കൈക്കൂലിയൊക്കെ പണ്ട് മുതലേ ഞാൻ മേടിക്കുകയായിരുന്നെങ്കിൽ 10 ബില്യണൊക്കെ എനിക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കുവാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്നോട് പണമൊക്കെ എടുക്കുവാനായിട്ട് പറയുകയാണെങ്കിൽ 2 ബില്യൺ പോലും എൻ്റെ കയ്യിൽ കാണുകയില്ല. അങ്ങനെയിരിക്കെ എങ്ങനെയാണ് 10 ബില്യൺ എനിക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുക? എനിക്ക് എന്തായാലും ആ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തേ മതിയാകൂ, എങ്കിൽ മാത്രമേ എൻ്റെ കരിയറിലും എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന രീതിക്ക് കമ്മീഷണർ പറയുമ്പോഴത്തേക്കും എന്തിനാണ് നീ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നത്? അതിന്റെ ഒരാവശ്യവുമില്ല. 10 ബില്യൺ പണമായിട്ട് നീ കൊടുക്കണമെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ അത്രയും പണം നീ ഉണ്ടാക്കണമെന്ന് ആരും നിന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 10 ബില്യൺ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരാളെ നമ്മൾ ചെന്ന് കണ്ടിട്ട് അയാളോട് അത്രയും പണം ആവശ്യപ്പെടാം. അങ്ങനെ വരുമ്പോഴത്തേക്കും അയാൾ നിനക്ക് ആ പണവും നൽകും. അതുപോലെ തന്നെ നിനക്ക് ആ പണമൊക്കെ കൊടുത്തിട്ട് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുവാനും സാധിക്കും. അങ്ങനെ പോകുമ്പോഴത്തേക്കും നിന്റെ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സണ്ണും അയാളെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. പക്ഷെ 10 ബില്യണൊക്കെ ഒന്നിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തി ആരാണ് എന്ന രീതിക്ക് കമ്മീഷണർ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെയ്ക്കാങ്ങിന്റെ പേരാണ് അയാളും പറയുന്നത്. അതായത് ഹെയ്ക്കാങ് ഒരു ഗാംബ്ലിംഗ് ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ട്. പോരാത്തതിന് എല്ലാവരുടെയും അടുത്ത് പോയിട്ട് കൃത്യമായി പണം പിരിക്കുന്നുമുണ്ട്. അത്രയ്ക്ക് വലിയ രീതിക്ക് പണം ഉണ്ടാക്കുന്ന ആ ഒരു വ്യക്തിക്ക് 10 ബില്യണൊക്കെ നിഷ്പ്രയാസം എടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ട് സണ്ണും ഇപ്പോൾ ഹെയ്ക്കാങ്ങിനെ ചെന്ന് കാണുന്നു. നിന്റെ ഇവിടെ എത്രത്തോളം കസ്റ്റമേഴ്സ് വരുന്നുണ്ടെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. അവര് പണമൊക്കെ നിനക്ക് നൽകുകയും ചെയ്യും. കൂടാതെ നീയും പലയിടത്ത് പോയിട്ട് പണമൊക്കെ പിരിക്കുന്നതും എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമല്ലേ നീ പണമൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെയിരിക്കെ ഞങ്ങൾക്കൊരു 10 ബില്യന്റെ ആവശ്യമുണ്ട്. നീയും ആ പണം നൽകണമെന്ന് സൺ പറയുമ്പോഴത്തേക്കും ഹെയ്ക്കാങ്ങും അത്രത്തോളം പണമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ താൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനായിട്ട് തയ്യാറാണെന്നുള്ള രീതിക്ക് ഹെയ്ക്കാങ് പറയുമ്പോഴത്തേക്കും എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്. ഞാൻ വളരെയധികം സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നിനക്ക് ആ പണമൊന്നും ഞങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയുകയില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് സൺ വളരെയധികം ദേഷ്യപ്പെട്ടായിരുന്നു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്.